നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. നടൻ ദിലീപിനെ തന്നെ കുരുക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നടന്നിരിക്കുകയാണ്. പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നടന്നിരിക്കുന്നു. 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് എന്നും അതിൽ 70,000 രൂപ താൻ കൈപ്പറ്റി കഴിഞ്ഞു എന്നും പൾസർ സുനി പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവി പുറത്ത് വിട്ടിട്ടുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള സഹായങ്ങൾ താൻ ദിലീപിൽ നിന്ന് കൈപ്പറ്റിയെന്ന് പൾസർ സുനി പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയാണ് നടനായ ദിലീപ്. ദിലീപിന് കനത്ത തിരിച്ചടി ആയേക്കാവുന്ന വെളിപ്പെടുത്തലാണ് 1ാം പ്രതിയായ പൾസർ സുനി നടത്തിയിരിക്കുന്നത്. ഈ കൊട്ടേഷൻ നൽകിയത് ദിലീപ് തന്നെയാണ് എന്ന് തറപ്പിച്ചു പറയുന്നുണ്ട് പൾസർ സുനി. ദിലീപ് നൽകിയത് 1.5 കോടിയുടെ കൊട്ടേഷൻ ആണ് എന്ന് പറയുമ്പോൾ ദിലീപിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലും ഈ വീഡിയോയിലുണ്ട്. ഇനി തനിക്ക് 80 ലക്ഷം രൂപയാണ് ദിലീപിൽ നിന്ന് കിട്ടാനുള്ളത്. ആ തുക തനിക്ക് ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പൾസർ സുനി. എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരമൊരു കൊട്ടേഷനിലേക്ക് നീങ്ങിയത് എന്നും മാധ്യമപ്രവർത്തകനായ റോഷിപാലിനോട് പൾസർ സുനി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസിലെ നിർണായകമായ തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ, ഇപ്പോഴും ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഈ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിട്ടുണ്ട് എന്ന് ഈ പൾസർ സുനി പറയുന്നുണ്ട്. എന്നാൽ അത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് രഹസ്യമാണ് എന്നാണ് പൾസർ സുനി പറയുന്നത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ 1ലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ട് എന്ന നിർണായകമായ വെളിപ്പെടുത്തലും പൾസർ സുനി നടത്തുന്നുണ്ട്. പകർപ്പുകൾ പോലീസിന്റെ പക്കൽ എത്തിയിട്ടുണ്ട്. യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. ഇത് കേസിൽ വലിയ വെല്ലുവിളി പോലീസിന് സൃഷ്ടിക്കുന്നുമുണ്ട്. വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് പ്രോസിക്യൂഷന് വലിയ സഹായകമാകുന്ന തെളിവായി മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തന്നെ ആക്രമിക്കരുത് എന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നു. ഓടുന്ന വാഹനത്തിൽ 2 മണിക്കൂറാണ് നടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ ബലാത്സംഗമാണ് എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ ചിത്രീകരിക്കാൻ പോകുന്നത്, അതിന് നിങ്ങൾ സഹകരിക്കണമെന്ന് പൾസർ സുനി അതിജീവിതയോട് പറഞ്ഞിരുന്നു എന്നാണ് ഈ പൾസർ സുനി ഈ ചാനലിനോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിജീവിതയോട് പറഞ്ഞിരുന്നു. അതിജീവിതയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പൾസർ സുനി പറയുന്നത്. അപ്പോൾ തന്നെ ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് പറഞ്ഞിരുന്നു. നടി ഉടൻ തന്നെ പറഞ്ഞത്, ഞാൻ എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനോടൊന്നും തന്നെ പൾസർ സുനി യോജിച്ചില്ല. കാരണം തന്റെ ലൈവ് ട്രാക്കിംഗ് നടൻ ദിലീപും മറ്റുള്ളവരും നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പൾസർ സുനി പറയുന്നത്. അതുകൊണ്ട് തന്നെ നടിയോട് തനിക്ക് യോജിക്കാൻ സാധിച്ചില്ല. ഈ കൊട്ടേഷനുമായി മുന്നോട്ട് പോകുകയായിരുന്നു. നിങ്ങൾ ഇപ്പോൾ സഹകരിച്ചില്ല എങ്കിൽ കൂട്ടബലാത്സംഗത്തിനാണ് നിങ്ങൾ വിധേയമാകാൻ പോകുന്നത്, കൂട്ടബലാത്സംഗത്തിന് ഇരയാകാൻ പോകുന്നു, നിങ്ങളെ ഇപ്പോൾ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഒരു കൊട്ടേഷൻ സംഘം തന്നെ കാത്തിരിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇതിനോട് സഹകരിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നാണ് പൾസർ സുനി പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ താൻ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് എന്ന് വിശദീകരിക്കുന്നുമുണ്ടായിരുന്നു പൾസർ സുനി. പക്ഷേ അത് ഒരിക്കലും പ്രേക്ഷകർക്ക് മുന്നിൽ സംപ്രേഷണം ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നടിയുടെ സ്വകാര്യത മാനിച്ച് അത് പുറത്തു പറയാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് സംപ്രേഷണം ചെയ്യാൻ സാധിക്കില്ല എന്ന് ചാനലും സമ്മതിക്കുന്നുണ്ട്. അതിക്രൂരമായ രീതിയിലുള്ള പീഡനം ആ പെൺകുട്ടി ഏറ്റുവാങ്ങി എന്ന് പൾസർ സുനി തന്നെ സമ്മതിക്കുന്നുണ്ട്. തന്റെ കുടുംബജീവിതം തകർത്തത്തിലുള്ള വൈരാഗ്യമായിരുന്നു ദിലീപിന്. പലതവണ ആവർത്തിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു. അത് താൻ ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ എന്താണ് എന്ന് പരിശോധിച്ചാൽ, വേറെ ഏതെങ്കിലും വക്കീലാണ് എങ്കിൽ നിങ്ങൾ കാശ് കൊടുക്ക് എന്ന് പറയും, അവിടെ തീരും സംഭവം. അവർ പറയുന്നത് അങ്ങനെ തീർക്കേണ്ട, അവർ പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്ക് എന്നാണ്. എന്താണ് ദിലീപേട്ടന്റെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപയുടെ കണക്കാണ് പറഞ്ഞത്. ഇപ്പോൾ പുള്ളിക്ക് എന്തോരം തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 1.5 കോടി രൂപയെ ആ കൊട്ടേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പുള്ളി ഒരു സിനിമയ്ക്ക് വാങ്ങിയിരുന്നത് 2.5 കോടി രൂപയാണ്. കൂടി വന്നാൽ തനിക്ക് തരാനുള്ളത് 80 ലക്ഷം രൂപയേ ഉള്ളൂ. അതാണ് താൻ ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും കാശ് ചോദിക്കുകയില്ല. എന്റെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ആ കാശ് മേടിക്കുന്നത്. എടുത്തുചാടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. 80 ലക്ഷത്തിനടുത്തേ ബാലൻസ് ഇനി ഉള്ളൂ, അതിൽ കൂടുതൽ വരില്ല എന്നും പൾസർ സുനി പറയുന്നുണ്ട്. എന്തായാലും പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ അത് എങ്ങനെയൊക്കെയായിരിക്കും ഇനി നടി ആക്രമിക്കപ്പെട്ട കേസിനെ സ്വാധീനിക്കാൻ പോകുന്നത്, ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.